ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർക്കാണ് ഈ താഴെ ഇട്ടേക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കുന്നത്, അതിന് മുമ്പത്തുള്ള പ്രോസസ്സാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒന്നും കുഴപ്പമില്ല, ആദ്യമൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു എന്ത് വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ടു വലിച്ചങ്ങനെ എറിയുക. എനിക്ക് കണ്ടിട്ട് ഈ രണ്ടെണ്ണ കൊടുക്കാൻ തോന്നി. അതേപോലെയാണ് വലിച്ചെറിയുക. ഫ്രജൈൽ അല്ലെങ്കിൽ എന്ത് ഗ്ലാസ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും, എന്നാലും അവര് നോക്കൂല, ഒരു ഒറ്റ എറിയ. അത് പൊട്ടിയൊക്കെ ആയിരിക്കും കസ്റ്റമറിലേക്ക് എത്തുന്നത്. കസ്റ്റമറൊക്കെ നമ്മുടെ നിന്ന് വാങ്ങണത് എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ആയിരിക്കും വാങ്ങണം. ഈ പൊട്ടിയ സാധനം എത്തണമെന്ന് ആലോചിച്ച് നോക്കിക്കുക, അവരുടെ ആ ഒരു ദിവസേ പോയി. ഞാൻ അതുകൊണ്ട് ഈ ഗ്ലാസ് ഫ്രെയിംസ് ഒക്കെ കൊടുക്കുന്നത് നിർത്തി ആക്ച്വലി. പിന്നെ ഇന്ത്യൻ പോസ്റ്റ് യൂസ് ചെയ്യുന്നത് പാടെ നിർത്തി. കാരണം ഇതാണ് അവസ്ഥ. ഇന്ത്യൻ പോസ്റ്റ് മാത്രം ഞാൻ ഇങ്ങനെ ആക്ഷേപിക്കുന്നല്ല, കുറെ സർവീസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്യൂ വന്നേക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണ്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എന്തായാലും റിയാക്ട് ചെയ്യണം എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പൊതുവെ ചില കസ്റ്റമേഴ്സ് ഒക്കെ വിചാരിക്കും നമ്മൾ കറക്റ്റായിട്ട് പാക്ക് ചെയ്യാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ പൊട്ടിപ്പോവാണെന്ന്. നമ്മൾ പാക്ക് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ അതിലത്തൊരു കൈ വിരലിടാൻ കൂടി ഗ്യാപ്പ് ഉണ്ടാവില്ല. അതേപോലെ കിഡിലിനായിട്ടൊക്കെ പാക്ക് ചെയ്തായിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയാണ് അയക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഒരു ഒറ്റ എറിയാണ്. അങ്ങനെയൊക്കെ എറിഞ്ഞാൽ എന്തായാലും പൊട്ടും. ജസ്റ്റ് ആ മൂല പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ പൊട്ടും. നമ്മൾ പറഞ്ഞ ഗ്ലാസ് ഫ്രെയിംസ് നിർത്തി പാക്കറിലേക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ഗ്ലാസ് ഫ്രെയിംസ് ഒക്കെ ഉപയോഗിക്കുന്നവർ ഇപ്പോഴും ഉണ്ടല്ലോ. കൊറിയർ സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കാണുവാണെങ്കിൽ ഇച്ചിരി മയത്തിലൊക്കെ എറിയണം. ഓക്കെ.